ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്ട്രോബെറി സ്മൂത്തി എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇത് കുടിക്കാനായിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒട്ടുമിക്ക കടകളിലും ഇപ്പോൾ സ്ട്രോബെറി ഇതേപോലെ ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇളം ചൂടുവെള്ളമാണ്. അപ്പോൾ ഈ ഒരു ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം അല്ലെങ്കിൽ ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ ആ ഒരു സ്ട്രോബെറിയുടെ ബാക്കിലുള്ള ആ ഒരു പച്ച ഇലയൊക്കെ മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പുഴുവോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഈ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് നേരം ഇത് നമുക്ക് ഇങ്ങനെയൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ സ്ട്രോബെറി ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെയാണ് ഈ ഒരു സ്മൂത്തി തയ്യാറാക്കാനായിട്ട് ആവശ്യം ഉള്ളതെന്നൊന്ന് നോക്കി നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ 1/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ 1/4 കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഇതേപോലെ കട്ടിയായിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. എത്ര ആൾക്ക് വേണം അതിനനുസരിച്ചിട്ട് വിപ്പിംഗ് ക്രീമും അതേപോലെ തന്നെ പാലിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ഇതേ ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ട് ഒരു 20 മിനിറ്റോളം ഇതേപോലെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. ഒരു 2-4 തവണയെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ നമുക്ക് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്മൂത്തി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കട്ട പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യത്തിന് നല്ല മധുരം ഉള്ളതാണ്. ഇനി നിങ്ങൾക്ക് മധുരം കുറവാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണുകൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതേ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെ ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഈ ഒരു സ്മൂത്തി നമുക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി തണുപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കിതിൻ്റെ മേലേക്കായിട്ട് നേരത്തേന്ന് കുറച്ച് സ്ട്രോബെറി ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് മേലേക്കായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ട്രോബെറിയുടെ പീസ് നമുക്ക് കുടിക്കുന്ന സമയത്ത് കിട്ടുമ്പോൾ ചെറിയൊരു രീതിയിലുള്ള പുളിയും അതേപോലെ മധുരമൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക.